മൂന്നാം സർഗത്തിലെ 12-ാം അധ്യായത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഈ അധ്യായത്തിൽ ബ്രഹ്മാവിൻ്റെ മാനസ സൃഷ്ടികളായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരുടെയും തുടർന്ന് ആദ്യത്തെ ശാരീരിക ബന്ധത്തിലൂടെയുള്ള സൃഷ്ടിക്രമങ്ങളെയും കുറിച്ച് മൈത്രേയ മുനി വിശദമാക്കുന്നു. നമുക്ക് തുടർന്ന് കേൾക്കാം. മൈത്രേയർ പറഞ്ഞു: അല്ലയോ വിതുരരെ, സാക്ഷാൽ പരമാത്മാവിൻ്റെ കാലശക്തി എന്ന് വിളിക്കുന്ന മാഹാത്മ്യങ്ങളെക്കുറിച്ചും അവയുടെ വിവിധങ്ങളായ വിസ്താരങ്ങളെക്കുറിച്ചും ഞാൻ അങ്ങയോട് വിവരിച്ചു കഴിഞ്ഞു. ഇനി ബ്രഹ്മദേവൻ എപ്രകാരത്തിൽ വിവിധങ്ങളായ സൃഷ്ടികൾ നടത്തി എന്നു ഞാൻ പറഞ്ഞുതരാം. ആദിയിൽ ആ ബ്രഹ്മാവ് 5 വിധത്തിലുള്ള അവിദ്യകളുടെ ഭേദങ്ങൾ സൃഷ്ടിച്ചു. അവ തമസ് അഥവാ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മോഹം അഥവാ ദേഹാദികളിലുള്ള അഹം എന്ന ബോധം, മഹാമോഹം അഥവാ ഭോഗങ്ങളിലുള്ള ആഗ്രഹം, താമിശ്രം അഥവാ ആശകൾ നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്രോധം, അന്ധതാമിശ്രം അഥവാ വിഷയാനുഭവങ്ങളുടെ വിരക്തി, തൻ്റെ തന്നെ നാശമാണെന്ന തോന്നൽ. ഇവ 5ഉമാണ് ഈ പ്രപഞ്ചം മനോഹരമാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നത്. അവിദ്യാത്മകമായതും പാപം നൽകുന്നതുമായ ഈ സൃഷ്ടിയിൽ ബ്രഹ്മാവിന് സംതൃപ്തി തോന്നിയില്ല. അതിനാൽ വീണ്ടും സംശുദ്ധമായ മനസ്സോടെ സർവേശ്വരനെ ധ്യാനിച്ച് വീണ്ടും മറ്റു ചില സൃഷ്ടികൾ നടത്തി. അങ്ങനെ ബ്രഹ്മാവ് കർമ്മമാർഗങ്ങളെ അവലംബിക്കാത്തവരും ഇന്ദ്രിയ സംയമനം ചെയ്തവരും മുനിമാരുമായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. ശേഷം സ്വയംഭൂവായ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു: അല്ലയോ പുത്രന്മാരെ, നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുവിൻ. പക്ഷേ മുക്തിമാർഗനിരതരും സാക്ഷാൽ വാസുദേവനിൽ ഭക്തിയുറച്ചവരുമായ അവർക്ക് അതിൽ താൽപ്പര്യമുണ്ടായില്ല. തൻ്റെ ആജ്ഞയെ നിരസിച്ച പുത്രന്മാരുടെ അവഗണനയിൽ ആ ബ്രഹ്മദേവന് സഹിച്ചുകൂടാനാവാത്ത വിധം ഉണ്ടായ ക്രോധം ഒതുക്കുവാൻ ബ്രഹ്മാവ് പിന്നീട് ശ്രമിച്ചു. തൻ്റെ കോപം ഒതുക്കിയെങ്കിലും അതിൻ്റെ ശക്തിയാൽ ഇരുപുരികങ്ങളുടെയും ഇടയിൽ നിന്ന് കറുപ്പും ചുവപ്പും നിറം ചേർന്ന ഒരു കുമാരൻ പ്രത്യക്ഷനായി. എല്ലാ ദേവന്മാർക്കും മുമ്പുണ്ടായവനും സർവജ്ഞനും സർവ ഐശ്വര്യപൂർണനുമായി ഭവിച്ച ആ ഭവാൻ ബ്രഹ്മാവിനോട് തനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും നിർദ്ദേശിക്കാൻ കരഞ്ഞ് അപേക്ഷിച്ചു. ആ ദേവന്റെ അപേക്ഷ കേട്ട് ബ്രഹ്മാവ് ശാന്തനായി പറഞ്ഞു: കരയാതിരിക്കൂ, എല്ലാം ഞാൻ ചെയ്തു തരുന്നതാണ്. ബ്രഹ്മാവ് പറഞ്ഞു: ഹേ സുരന്മാരിൽ ശ്രേഷ്ഠനായവനെ, സംഭ്രമം പൂണ്ട ബാലനെ പോലെ കരഞ്ഞതുകൊണ്ട് അങ്ങയെ പ്രജകൾ രുദ്രൻ എന്നുള്ള നാമത്തിൽ വിളിക്കപ്പെടും. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, വെള്ളം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നീ 11 സ്ഥാനങ്ങൾ ഞാൻ മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. മനു, മന്യു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋതു, ദ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നീ 11 നാമങ്ങൾ അങ്ങയുടെ നാമങ്ങളായിരിക്കും. ധീ, വൃത്തി, ഉശന, ഉമ, നിയുത്ത്, നർപ്പിസ്, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്നീ രുദ്രാണിമാർ അങ്ങയുടെ പത്നിമാരായി ഭവിക്കും. ഈ സ്ത്രീകളോട് കൂടിയവനായി മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളെയും നാമങ്ങളെയും സ്വീകരിച്ച് അനേകം പ്രജകളെ സൃഷ്ടിച്ചാലും എന്തെന്നാൽ അങ്ങ് പ്രജകളുടെ പതിയാണ്. ഇപ്രകാരം പിതാവിൽ നിന്ന് നിർദ്ദേശം കിട്ടിയ ആ ഭഗവാനായ മഹാരുദ്രൻ ബലം, ആകാരം, സ്വഭാവം എന്നിവയാൽ തനിക്ക് സമന്മാരായ പ്രജകളെ സൃഷ്ടിച്ചു. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും ലോകത്തെ ആകമാനം ഗ്രസിക്കുന്നവരുമായ രുദ്രമൂർത്തികളുടെ കണക്കില്ലാത്ത സംഘങ്ങളെ കണ്ടിട്ട് ബ്രഹ്മാവ് ശങ്കിച്ചു. ഹേ ദേവശ്രേഷ്ഠ, അത്യുഗ്രഹങ്ങളായ നേത്രങ്ങൾ കൊണ്ട് എന്നോടൊപ്പം ദിക്കുകളെ ദഹിപ്പിക്കുന്നവരായി സൃഷ്ടിക്കുന്ന പ്രജകളെ മതിയാക്കൂ. എന്നിട്ട് സർവ്വപ്രാണികൾക്കും ക്ഷേമം ജനിപ്പിക്കുന്ന തപസ്സാചരിക്കുക. അങ്ങേക്ക് നല്ലത് വരട്ടെ. എന്നിട്ട് ആ തപസ്സിനാൽ ഈ ലോകത്തെ മുൻപത്തെ പോലെ സൃഷ്ടിച്ചുകൊള്ളുക. പരമജ്യോതിസും ഇന്ദ്രിയങ്ങളാൽ പ്രാപിക്കാൻ കഴിയാത്തവനും സർവ്വഭൂതങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനും സർവേശ്വരനെ തപസ്സുകൊണ്ട് മാത്രമേ പ്രാപിക്കാൻ കഴിയൂ. ഇപ്രകാരം ബ്രഹ്മാവിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച ആ രുദ്രൻ ബ്രഹ്മാവിനെ വലം വെച്ച് അങ്ങനെ ചെയ്യാം എന്ന് ചൊല്ലി തപസ്സിനായി വനത്തിലേക്ക് പ്രവേശിച്ചു.